കോനിച്ചിവ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ. രാവിലെ തന്നെ ഭയങ്കര മഴയായിരുന്നു. മഴ കുറയും കൂടും അങ്ങനെയുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഉച്ചയായപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് 1-2 സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു. നമ്മളോട് പലരും ചോദിക്കാറുണ്ട് എർത്ത് ക്വേക്കിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. ഇവിടുത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഡൗട്ട് വരും, ഇത്രയും ഭൂമികൾക്കുള്ള സ്ഥലത്ത് എങ്ങനെയാണ് സ്ട്രക്ചറുകളൊക്കെ നിലനിൽക്കുന്നതെന്ന്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ടോക്കിയോയ്ക്ക് പോകാമെന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു കേട്ടോ. ജസ്റ്റ് ടോക്കിയോയിലേക്ക് ഒന്ന് പോയി ഒന്ന് കറങ്ങി വരികയെന്ന്. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ മഴ ചെറുതായിട്ട് ചാറി തുടങ്ങി കേട്ടോ. ഏറ്റവും മഴ കുറഞ്ഞപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നടന്നില്ല, 5 മിനിറ്റിനുള്ളിൽ തന്നെ മഴ ശരിക്കും അങ്ങ് കൂടി. ഒട്ടും നടക്കാൻ പാടില്ലാണ്ടായി. അങ്ങനെ ട്രെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു. മഴയത്തിങ്ങനെ ട്രെയിനൊക്കെ പോകുന്ന കാഴ്ച ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്ര അടുത്ത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഓടിപ്പടച്ചൊക്കെ പോകുന്നുണ്ടായിരുന്നു. മഴയുടെ ശക്തിയൊക്കെ ഭയങ്കരമായിട്ട് കൂടി. പാൻറ്റും ചെരുപ്പും ഒക്കെ ആ തുടക്കത്തിൽ തന്നെ നനഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റേഷനിൽ പോലും എത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ആ മഴ നനഞ്ഞുകൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് പിന്നെ കടയിൽ പോയി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ടോക്കിയോയിലേക്ക് പോകുന്നത്. സ്റ്റേഷൻ എടുക്കുന്തോറും മഴ കൂടിക്കൊണ്ടേയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ദൂരമല്ലേ നടക്കാനുള്ളൂ. പാൻറ്റൊന്നും നമ്മൾ നാട്ടിലാണെങ്കിൽ പാൻറ്റൊക്കെ മടക്കിയൊക്കെ വെക്കുള്ളൂ. ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റേഷൻ വരെ അങ്ങ് നനഞ്ഞങ്ങ് തന്നെ പോയി. മുട്ടിന് താഴെ കുറച്ച് ഭാഗത്തേക്ക് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ചെരിഞ്ഞാണ് മഴ ഇടയ്ക്ക് പെയ്തുകൊണ്ട്, കാറ്റുള്ളപ്പോൾ അങ്ങനെയാണ് പെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ബാഗും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രൈപ്പോഡ് ഇട്ടുകൊണ്ട് പോകുന്ന ബാഗിലാണ് ഇത്തവണ ഞാൻ സാധനങ്ങളെല്ലാം ഇട്ടുകൊണ്ട് പോയത്. അല്ലാത്തൊരു ബാഗ് മേടിക്കണം. അപ്പോൾ എന്തായാലും അങ്ങനെ നനഞ്ഞ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ എത്തിയപ്പോൾ ബസ് കയറാനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ പറ്റമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. കുടയില്ലാത്തവരും കുടയുള്ളവരും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ ഈ സ്റ്റേഷനിൽ വരുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കൂട്ടം ഇങ്ങനെ നിൽക്കുന്ന കാണാറില്ല. എല്ലാവരും സ്റ്റേഷൻ പാസ് ചെയ്തങ്ങ് പോവാണ്. മഴ ആയതുകൊണ്ട് ഒരുപാട് പേര് അവിടെ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, 2 മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉച്ചയ്ക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ വിശപ്പ് ഒരു പരിധി കെട്ടിട്ടുണ്ട്. എനിക്ക് ചെറിയ തലവേദന എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു ക്ഷീണം പോലെ തോന്നി. അപ്പോൾ ഞാൻ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ന്യൂ ഡേയ്സിൽ കയറി. അവിടെ ഒരു ബൺ പോലത്തെ ഒരു സാധനം ഉണ്ട്. അത് ഞാൻ നേരത്തെ കഴിച്ചിട്ടുള്ളതാണ്. പണ്ട് നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇമിഗ്രേഷനിൽ പോകുമ്പോഴും അങ്ങനെയൊക്കെ പോകുമ്പം നമ്മൾ ഒനിഗിരി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കട്ടെ ജസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം എടുത്തു. അത് ചൂടാക്കാനായിട്ട് അവിടുത്തെ ആ ഒരു സ്റ്റാഫ് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചെന്നെടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് കഴിച്ചിട്ട് കടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മിസ് ചെയ്തല്ലോ. അപ്പം ലഞ്ചോ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കാണും, അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് അവിടെ നിന്ന് എടുത്തു. നല്ല ചൂടായിരുന്നു കേട്ടോ. അത്രയും ചൂടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കൈ നന്നായിട്ട് പൊള്ളി. അങ്ങനെ ഞാനത് കൂട്ടിലിട്ടിട്ട് കുറച്ച് നേരം നടക്കാം, അപ്പോഴേക്കും അതിൻ്റെ ചൂടൊക്കെ ആറുമല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്നൊരു ചെറിയൊരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കടയിൽ പോയ വെള്ളമുണ്ട്, പക്ഷേ ഇപ്പോൾ ഇതൊന്ന് കഴിക്കുമ്പം ഇറങ്ങിപ്പോണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെറിയൊരു ബോട്ടിൽ വെള്ളം എടുത്തു. എന്നിട്ട് പിന്നെ നടന്നു പോവാണ്. അപ്പം അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ അങ്ങോട്ടുള്ള പോക്കറ്റിലോട്ടിലേക്ക് കയറി നടന്നുകൊണ്ടാണ് കഴിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. ജപ്പാനിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് പബ്ലിക്കിൽ ഇങ്ങനെ നടന്നുകൊണ്ട് ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ആളുകൾ ചെയ്യും കേട്ടോ. നമുക്കിപ്പോൾ തലവേദന വരുന്നതിനെക്കാട്ടിലും ബെറ്ററാണല്ലോ. ഇവിടെ അധികം ആൾക്കാരും ഇല്ലായിരുന്നു, പോക്കറ്റ് റോഡല്ലേ. അങ്ങനെ കടയിലെത്തി നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ചോറും പിന്നെ തൈരും പപ്പടം അല്ലെ അപ്പളം എന്നാണ് ഇതിന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബീട്രൂട്ട് മേടിച്ചില്ലായിരുന്നു, ചൈനീസ് പച്ചക്കറി ചന്തയിൽ നിന്ന്. അപ്പോൾ അതുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ കേരള ഒരു സ്റ്റൈൽ രുചിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെയും നമ്മൾ മഴ കുറഞ്ഞ സമയം നോക്കി വീണ്ടും സ്റ്റേഷനിലേക്ക് പോവാണ്. നമ്മൾ വന്നില്ലായിരുന്നോ, ന്യൂ ഡേയ്സിലൊക്കെ കയറിയില്ല, ആ സ്റ്റേഷനിൽ തന്നെ എത്തി. ഇവിടുന്ന് നമ്മൾ നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് ഷിൻജുക്കു അല്ലെങ്കിൽ ഷിബുയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാട്ടോ. ടോക്കിയോയിലെ മെട്രോപൊളിറ്റൻ ഗവൺമെൻറ് ബിൽഡിംഗ് കാണിക്കാനുള്ള പ്ലാനായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷേ നമ്മൾ ഈ മഴ സമയത്ത് പോയാൽ മൊത്തം മൂടിക്കിടക്കുമായിരിക്കും. 200 നില മുകളിലൊക്കെ കയറി കഴിയുമ്പോഴേ നമുക്ക് ലാൻഡ്മാർക്കുകളൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നല്ല ക്ലിയർ കാലാവസ്ഥയിലാണ് അവിടെ പോകേണ്ടത്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് പ്ലാനൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. വേറെ 1-2 സ്പെഷ്യൽ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ട്രെയിൻ കയറി നമ്മൾ ഷിൻജുക്കുവിൽ എത്തിയിട്ട് അവിടെ ഇറങ്ങി. ഒന്നാമത് നല്ല ക്രൗഡുള്ള ടൈമായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു സ്റ്റേഷനിൽ. പിന്നെ ഈ മഴയൊക്കെ ആയതുകൊണ്ട് നനഞ്ഞും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എവിടെ നിന്നൊക്കെയോ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ജപ്പാൻകാരിങ്ങനെ എല്ലാം മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സൈഡിൽ കണ്ടോ കുറച്ച്, അത് അവരുടെ ആടാന്ന് തോന്നുന്നു, പരസ്യമാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, കുറേ പേര് അത് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കൊറിയൻസിൻ്റെയോ ജപ്പാൻകാരനോ അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി വലിയ പിടിയൊന്നുമില്ല. പക്ഷേ എന്തോ ഫേമസ് ബാൻഡോ അങ്ങനത്തെ എന്തോ സംഭവങ്ങളാണ്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്കല്ലേ അത് കൂടുതലായിട്ട് അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു. അതിൻ്റെ സൈഡിൽ കൂടെ കണ്ടോ വെള്ളമൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ അവരിങ്ങനെ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് ഡ്രൈ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് ഈ ഒരു എക്സിറ്റിൽ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേമസ് ഷിൻജുക്കു കാറ്റിനെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച ഒരു 3D ഇല്യൂഷനായിരുന്നു നമ്മുടെ ഈ ഷിൻജുക്കു കാറ്റ്. അതിൻ്റെ സംസാരം, അത് കിടക്കുന്നതും ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു അത്. നമ്മൾ ആ സമയത്തൊക്കെ ഇത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എപ്പോൾ നോക്കിയാലും ഇതിൻ്റെ അടിയിൽ ഒരുപാട് പേര് വീഡിയോസ് എടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ടോക്കിയോയിലെ ഒരു മെയിൻ സ്പോട്ടാണിത്.
ഭയങ്കര രസമാണ് കണ്ടിരിക്കാനൊക്കെ. അതിൽ നിന്ന് വരുന്ന പരസ്യങ്ങളും പിന്നെ വേറെ കുറേ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതിൽ വലിയൊരു ക്യാറ്റ് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു, വർത്താനം പറയുന്നു, എന്തൊക്കെയോ ചോദിക്കുന്നു, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. നല്ല രസമാണ്. അത് എപ്പോഴും വീഡിയോസ് എടുക്കാൻ ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. അതിൻ്റെ താഴെ ഒരു ക്രോസിങ്ങും ഉണ്ട്. അതിൽ കൂടെ ഇതുപോലെ നല്ല തിരക്കിട്ട ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഒരു ക്യാറ്റ് ഇങ്ങനെ കിടക്കുന്നതും പിന്നെ ഇങ്ങനെ നമുക്കിങ്ങനെ ഭയങ്കര 3D ഇല്യൂഷനായിട്ട് പുറത്തേക്ക് വരുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നും. പിന്നെ വീഴാൻ പോകുന്ന പോലെ അങ്ങനത്തെ ഇതൊക്കെ ആയിരുന്നു. അവിടുന്ന് പിന്നെ നമ്മൾ ദോങ്കിയോത്തയിൽ പോകുന്നുണ്ട്. നമുക്ക് 1-2 സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ബാഗിൻ്റെ കാര്യം. ചീപ്പായിട്ടൊരു ബാഗ് കിട്ടുവാണെങ്കിൽ നമുക്ക് ക്യാമറയും ട്രൈപ്പോഡും പവർ ബാങ്ക് എല്ലാ സാധനങ്ങളും ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നൊരു ചെറിയൊരു ബാഗ് മേടിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ബാഗില്ല എനിക്ക്. ക്യാമറ ആക്സസറീസും എല്ലാം കൂടി ഇട്ടുകൊണ്ട് പോകാനായിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ വലിയ ബാഗുകൾ കൊണ്ട് നടക്കണ്ടേ. അപ്പോൾ അത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു അലോവേറ ജെല്ല് മേടിക്കാനുണ്ടായിരുന്നു സ്കിൻ കെയറിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളിവിടുത്തെ ദോങ്കിയിൽ കയറിയിട്ട് ഒരു 6-7 നിലകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി അലോവേറ ജെല്ല് കിട്ടി. പക്ഷേ മറ്റേ ബാഗ് ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. 7000 ജാപ്പനീസ് എന്നൊക്കെ ആവും ഒരു ചെറിയ ബാഗിന്. അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഷിബുയയിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലൊരു അക്വേറിയം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. ഒരുപാട് മത്സ്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. ഞാൻ പണ്ടൊക്കെ വന്നപ്പോൾ ഇത് സ്ഥിരം വീഡിയോസ് എടുക്കുമായിരുന്നു സ്റ്റാറ്റസൊക്കെ ഇടാനായിട്ട്. അങ്ങനെ നമ്മളിവിടെ ഷിഞ്ചുക്കുവിൻ്റെ മെയിൻ ഒരു സ്പോട്ടിലെത്തി. ഇവിടുന്ന് ആ മരം കണ്ടു. മരത്തിന് നേരെ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഈ മരത്തിന് ചുറ്റുമൊക്കെ എന്തെങ്കിലും സ്ട്രീറ്റ് ഷോസും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ നമ്മൾ നേരെ കയറിപ്പോയി ഷിഞ്ചുക്കു സ്റ്റേഷൻ്റെ മുമ്പിലെത്തി. ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഹൈവേ ബസ്സിൻ്റെ ടെർമിനലാണ്. അവിടെ നിന്ന് നമുക്ക് ബസ് കയറി പോകട്ടെ. നമ്മൾ ക്യോത്തോയിലൊക്കെ പോയില്ലായിരുന്നു, ആ ഒരു പ്ലേസാണ്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ വിശാലമായിട്ട് വൈകിട്ടൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ ഷിഞ്ചുക്കു സ്റ്റേഷൻ്റെ ഫ്രണ്ടിലേക്ക് പോവാണ്. ആ വലിയ ക്രോസിംഗ് ഉണ്ടല്ലോ, ഭയങ്കര തിരക്കേറിയ ക്രോസിംഗ്, അങ്ങോട്ട് പോവാണ്. ഭയങ്കര മഴയായതുകൊണ്ട് സൂക്ഷിച്ച് നടന്നില്ല തെന്നും കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ ഒരു നല്ല തെന്നലുണ്ട്. എൻ്റെ ക്രോക്സ് ആയതുകൊണ്ട് സൂക്ഷിച്ച് നടന്നില്ല തെന്നും. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ കൂട്ട് കുടയൊക്കെയാണ് ഇതേ ഫ്രണ്ടിൽ പോകണം, അതേ സെയിം കുടയാണ്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് എല്ലാവരും കൂടി ഇന്ന് ക്രോസ് ചെയ്യുകയാണ്. അപ്പോൾ സൈഡിൽ നിന്ന് ആരോ ക്യാമറയിൽ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് സിനിമയ്ക്ക് വേണ്ടിയാണെന്ന് അറിയത്തില്ല, എൻ്റെ വലിയ ക്യാമറയായിരുന്നു. അപ്പോൾ നമ്മൾ JRൽ കയറി. JR ലൈനിൽ നിന്ന് നമ്മൾ നേരെ ഷിബുയയിലേക്കാണ് പോകുന്നത്. ഷിബുയനെ പറ്റി കുറേ പേർക്ക് അറിയായിരിക്കുമല്ലോ. ഷിബുയ ക്രോസിങ്, അതുപോലെ ഹച്ചിക്കോ, യജമാനെ സ്നേഹിച്ച നായയുടെ കഥ, അതൊക്കെ അറിയായിരിക്കും. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ട് വരാമെന്ന് വിചാരിച്ചു. ഈ ഒരു സമയം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കും പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ആൾക്കാരിങ്ങനെ ഭയങ്കര ഇതായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ആദ്യം നിൽക്കുന്ന ട്രെയിൻ തന്നെ കയറാൻ പറ്റുമെന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം ലൈനൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ. നമുക്ക് നടക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. ഷിബുയയ്ക്ക് ഇവിടുന്ന് കുറച്ച് സ്റ്റേഷനേ ഉള്ളൂ കേട്ടോ. ഒരു 3-4 സ്റ്റേഷനൊക്കെ ഉള്ളൂ. അങ്ങോട്ട് പോകണം. അപ്പോൾ ആദ്യത്തെ ട്രെയിൻ കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. കാരണം ഇത്രയും ആൾക്കാർ ഇറങ്ങാനും കയറാനും ഒക്കെ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കയറുമ്പോഴേക്കും ഇത് ഡോർ അടയുമൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ആ ട്രെയിനിൽ കയറാൻ പറ്റി. നമ്മുടെ കയ്യിൽ പിന്നെ കുടയും ബാഗും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം എന്തായാലും മിസ്സാവാതെ കയറുകയും ചെയ്യണം. അങ്ങനെ ഇതുണ്ടോ, നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ്, കുറച്ച് സ്റ്റേഷനുകളേ ഉള്ളൂ. നേരെ നമ്മൾ ഷിഞ്ചുക്കുവിൽ നിന്ന് ഷിബുയയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഷിബുയയിൽ ചെന്നിറങ്ങി. ഞാൻ വർഷങ്ങൾക്ക് മുന്നെയാണ് ഷിബുയയിൽ വന്ന് ഹച്ചിക്കോനെയൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തവണ നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു കേട്ടോ. ആ സൈഡിൽ കൂടെയൊക്കെ ഒരുപാട് കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഹച്ചിക്കോ ഗേറ്റ് ഉണ്ട്, അങ്ങോട്ടാണ് പോകേണ്ടത്. ഹച്ചിക്കോയുടെ പേരിൽ തന്നെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ്, ആ എൻട്രൻസ് വഴി പോവുകയാണെങ്കിൽ നമുക്ക് നേരെ ഹച്ചിക്കോനെ കാണാൻ പറ്റും. ഷിബുയ ക്രോസിങ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അതൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ പോകാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരുപാട് ചുറ്റി വളഞ്ഞ് നീണ്ടു പോകണമല്ലോ. ഞാനിനി ട്രെയിനിൽ നിന്ന് കുറച്ച് മുമ്പിൽ ഇറങ്ങിയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹച്ചിക്കോ ഗേറ്റ് തപ്പി പോവുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ചുറ്റും പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ പയ്യെ സ്കൂട്ടായി നടന്നുകൊണ്ട് നമുക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തരാൻ പറ്റി. അല്ലെങ്കിൽ നമ്മൾ ഈ തിരക്കിലിങ്ങനെ ഒഴുക്കിൽ പെട്ട് പോയേനെ. അപ്പോൾ ഹച്ചിക്കോനെ എനിക്ക് വീഡിയോ എടുക്കാൻ വന്നു കഥയൊക്കെ അറിഞ്ഞ് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സ്നേഹമാണ്. അപ്പം എന്തോ ഒരു പഴയൊരു ഫ്രണ്ടിനെ കാണാൻ വരുന്ന പോലെയാണ് എനിക്കും തോന്നിയത്. ലോകം മുഴുവൻ ശ്രദ്ധ പിടിച്ച് പറ്റിയൊരു നായയായിരുന്നു അത്. യജമാനൻ മരിച്ചറിയാതെ വെയിറ്റ് ചെയ്ത് നിന്ന്, അങ്ങനെ ഒത്തിരി കഥകൾ ഞാൻ മുന്നേയും നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അപ്പം അങ്ങനെ ഹച്ചിക്കോനെ കാണാൻ പോവാണ്. മഴയായതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ ഭയങ്കര തിങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് ഞാനിങ്ങനെ നടന്നു പോയി വീഡിയോസൊക്കെ എടുക്കുന്നത്. ഷിബുയ ക്രോസിങ്ങിൻ്റെ അവിടെയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഹച്ചിക്കോനെ കാണാമെന്ന് വിചാരിച്ചു. ഹച്ചിക്കോയുടെ അടുത്ത് എപ്പോൾ വന്നാലും ഒത്തിരി പേര് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഉണ്ടായിരിക്കും. ആൾക്കാർ നിൽക്കും, ഫോട്ടോസ് എടുക്കും, മാറും, അടുത്തയാൾ, അങ്ങനെ ഒരു വലിയ ലൈൻ തന്നെ കാണും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒറ്റയ്ക്കല്ലേ വന്നത്. പിന്നെ കയ്യിൽ കുടയുണ്ട്, ഫോണുണ്ട്, ട്രൈപോഡിൻ്റെ ബാഗുണ്ട്. അതുകൊണ്ട് ആരോടെങ്കിലും ചോദിച്ചാലും ഇതൊക്കെ എവിടെയെങ്കിലും വെക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഫോട്ടോസ് ഒന്നും എടുത്തൊന്നുമില്ല. ഹച്ചിക്കോനെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ് നമ്മുടെ ഹച്ചിക്കോ. ഇപ്പോഴും കുറച്ച് മരങ്ങളുടെയൊക്കെ ഇടയ്ക്ക് നല്ല ഭംഗിയായിട്ട് നല്ല രസമായിരിക്കും ഈ ഡേ ടൈമിലൊക്കെ കാണാനായിട്ട്. ഒരു ദിവസം എന്തായാലും വന്നിട്ട് നമുക്ക് ഷിബുയ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. അങ്ങനെ പിന്നെ ഷിബുയ ക്രോസിങ് കാണാമെന്ന് വിചാരിച്ചു. ആ സൈഡിലാണ് നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആൾക്കാർ തട്ടിയിട്ടിട്ട് ഓട്ടോ കുടയിലൊക്കെ വന്ന് തട്ടും. അത്രയ്ക്ക് തിങ്ങി ഭയങ്കര തിരക്കായിരുന്നു.
മോളിൽ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല രസമാട്ടോ. ഞാനൊരു ദിവസം അത് കാണിക്കാം. എന്തായാലും ഷിബുയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് വ്ളോഗ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ചു. ഇത്രയും വലിയ സ്ട്രക്ചേഴ്സാണ് ജപ്പാനിലുള്ളത്. പക്ഷേ ഭൂമികുലുക്കം വന്നാൽ ഇതിനൊന്നും സംഭവിക്കില്ല. അപ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ക്രോസിങ്ങിന് മുന്നേ ഇതുപോലെ വണ്ടികളൊക്കെ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പോകും. ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ക്രോസിങ് തുടങ്ങുമ്പോൾ തന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിസിലടിച്ച് തുടങ്ങും കേട്ടോ. അപ്പോൾ ആ വിസിലടിയൊക്കെ തീരുന്നതിന് മുന്നേ തീരാറാകുമ്പോഴും അടിക്കും. അപ്പോഴേക്കും നമ്മൾ പാസ് ചെയ്തങ്ങ് ഫുള്ളായിട്ടങ്ങ് പൊക്കോണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടികൾക്ക് പോകാനുള്ള ഒരു ഇതാണ്. കഴിഞ്ഞ തവണയൊക്കെ വന്നതിനേക്കാളും ഒരുപാട് തിരക്ക് കൂടിയ പോലെ എനിക്ക് തോന്നിയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ വിടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. മഴയായിരുന്നു. പിന്നെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ. രാത്രി ഇവിടെ പ്രത്യേക വൈബാണ്. നമുക്ക് ചില വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഹാലോവീൻ പോലെ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇവിടെ വരുവാണെങ്കിൽ ഭയങ്കര തിരക്കുമാണ്. അതിലൊരുപാട് ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഷിൻജുക്കുവിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഷിൻജുക്കുവിൽ ചെന്ന് ബസ്സല്ല ട്രെയിൻ കയറി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. ഷിൻജുക്കുന്ന് നമുക്ക് ഏകദേശം ഒരു 1 hourൽ താഴെ ഉള്ളൂ കേട്ടോ. അറൗണ്ട് ഒരു 40 minutes കാണുമായിരിക്കും. നമ്മളീ പോകുന്ന ടൈമിലൊക്കെ തന്നെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ട്രെയിനിൽ കയറി കൂടുതൽ സമയം ട്രെയിനിലായതുകൊണ്ട് പുറത്ത് മഴയത്ത് അലയേണ്ടതൊന്നും വന്നില്ല. ഷിൻജുക്കുവിൽ ചെന്നു, ഷിബുയയിൽ പോയി ആ ഒരു ടൈം മാത്രമാണ്. അങ്ങനെ നമ്മൾ ട്രെയിൻ കയറി റോബിൻ ചേട്ടൻ്റെ കടയിലെത്തി. അവിടെ എത്തിയപ്പോഴേക്കും താഴെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ പുഴയുടെ ഒരു ലെവലിലാണ്, ഒരു താഴ്ന്ന ലെവലിലാണ് ഈ സ്ഥലമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം കയറും തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ജപ്പാനിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് ഇങ്ങനെ കാണുന്നത്, നേരിട്ട് കാണുന്നത് കേട്ടോ. വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ തന്നെ പുഴ പോലൊരു കനാൽ ഞാൻ പണ്ട് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ നല്ല ഒഴുക്കായിരുന്നു, നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പം ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ഒരു സെക്യൂരിറ്റിയൊക്കെ പോലെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ആൾ ഓടി കിടന്ന് പണിയെടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ മാൻഹോളൊക്കെ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിലേ അതിനകത്ത് നമ്മൾ വീഴും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ ആൾക്കാരെടുത്ത് മാറ്റുന്നുണ്ടായിരുന്നു വെള്ളം കയറി വരുമ്പം. തൊട്ടപ്പുറത്തെ റെസ്റ്റോറൻറ്റ് അടുത്തൊക്കെ വെള്ളം കയറി, നമ്മുടെ ഇങ്ങോട്ട് വന്നില്ല. മറ്റേ ആൾ ഓടി കിടന്ന് പാവം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വണ്ടിയൊക്കെ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. വലിയ കാര്യമായിട്ട് തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിലെ മഴയത്തൊന്നും അല്ലാട്ടോ ഈ വെള്ളം കയറി. ജസ്റ്റ് ഒരു ദിവസത്തെ മഴയാണ്. അത് ഭയങ്കര ശക്തമായ മഴ പെയ്തു എന്ന് എനിക്ക് തോന്നിയില്ല, അങ്ങനെ ആരും പറഞ്ഞില്ല കേട്ടോ. എന്നിട്ടാണ് ഇത്രയും വെള്ളം കയറിയത്. അപ്പം ശക്തമായിട്ട് കുറേ ദിവസത്തെ മഴ പെയ്താൽ എന്താവും സ്ഥിതിയെന്ന് അവിടെ നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ജസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ. വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നും എവിടെ നിന്നൊന്നും പൊങ്ങി വന്നിട്ടൊന്നുമില്ല. അത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുഴ പോലത്തെ ഇതില്ല, അതിലേക്ക് നോക്കുമ്പോഴും നല്ലോണം നിറഞ്ഞ് വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. നല്ല സ്പീഡും ഉണ്ടായിരുന്നു കേട്ടോ, ഒഴുക്കുണ്ടായിരുന്നു. കണ്ടോ, ഇതിൻ്റെ നേരെ ലെവൽ താഴെ അവിടെയാണ് വെള്ളം കയറിയേക്കണത്. അപ്പോൾ അതെല്ലാം കണ്ടു. പിന്നെ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ മെട്രോപൊളിറ്റൻ ബിൽഡിംഗ് ഒക്കെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.